സത്യപ്രതിജ്ഞ പൂർത്തിയായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച പട്ടിക ഗവർണർക്ക് കൈമാറാനാകാതെ വി.ഡി. സതീശൻ സർക്കാർ. മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം പൂർണ്ണമാകാത്തതാണ് യു.ഡി.എഫിലെ പ്രതിസന്ധിക്ക് കാരണം. പ്രധാനമായും ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസവും ലീഗും കോൺഗ്രസും വെച്ചുമാറുന്നതിലാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഒറ്റ വകുപ്പ് മാത്രം ലഭിച്ച എം ലിജോ, OJ ജനീഷ് തുടങ്ങിയവർ കൂടുതൽ വകുപ്പുകൾ ആവശ്യപ്പെട്ടതും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ലത്തീൻ സഭ. കോൺഗ്രസ് മന്ത്രിമാരെ നിശ്ചയിച്ചപ്പോൾ അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന പരിഭവത്തിലാണ് ലത്തീൻ സഭയ്ക്കുള്ളത്. അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലെന്ന് നാടാർ സമുദായവും നിലപാടെടുത്തു. മന്ത്രിമാരുടെ വകുപ്പുകളെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് മന്ത്രി കെ മുരളീധരനും വ്യക്തമാക്കി. ചർച്ചകൾ പൂർത്തിയാക്കി നാളെ രാവിലെയോടെ പട്ടിക നൽകാനാണ് UDF തീരുമാനം. സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞെങ്കിലും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണോ വി.ഡി. സതീശൻ സർക്കാർ? കാണാം RDX. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരുള്ള കോൺഗ്രസിന് പ്രതീക്ഷിച്ച വകുപ്പുകൾ പലതും ലഭിക്കാത്തതും മറ്റു ചില വകുപ്പുകളിൽ ധാരണയാകാത്തതുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒറ്റ വകുപ്പ് മാത്രം ലഭിച്ച എം ലിജു, OJ ജനീഷ് തുടങ്ങിയവർ കൂടുതൽ വകുപ്പുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ തീരുമാനമായില്ല. ഫിഷറീസ് വകുപ്പ് ആർക്ക് നൽകണമെന്നത് സംബന്ധിച്ചും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കമുണ്ടെന്നും തീരുമാനം ഇന്നറിയാമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെന്റ് നടത്തേണ്ടി വരുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഇതിനിടെ മന്ത്രിയാക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് N ശക്തൻ രംഗത്തെത്തി. അർഹിച്ച അംഗീകാരം ലഭിച്ചില്ലെന്നാണ് നാടാർ സമുദായ സംഘടനകളുടെ നിലപാട്. മാത്യു കുഴൽനാടനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധം കനക്കുകയാണ്. പിണറായി വിജയനെതിരെ സഭയ്ക്കകത്തും പുറത്തും പോരാട്ടം നടത്തിയ കുഴൽനാടനെ തഴഞ്ഞെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. RDX ന്യൂസ് മലയാളം. ഇനി ചില പ്രതികരണങ്ങളിലേക്കാണ്. വകുപ്പ് വിഭജനം പൂർത്തിയാക്കാത്തത് തർക്കങ്ങൾ ശേഷിക്കുന്നതുകൊണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഫിഷറീസ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളിലാണ് തർക്കമെന്നും ചില വകുപ്പുകളിൽ മാറ്റം വരുമെന്നും മുരളീധരൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. വകുപ്പ് വിഭജനത്തിൽ അസാധാരണ കാലതാമസം ഉണ്ടായില്ല എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഇന്ന് വ്യക്തമാക്കി. കോൺഗ്രസിൽ ഇത്രയധികം വനിതാ, യുവ, ദലിത് പ്രാതിനിധ്യം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും AK ആന്റണി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, തീരുമാനങ്ങൾ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറേ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇത്രയേറെ വനിതാ MLA-മാർ, ചെറുപ്പക്കാരായ MLA-മാർ, പട്ടികജാതി MLA-മാർ ഉണ്ടായൊരു കാലമില്ല. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിൽ നിന്ന് മാറ്റി ഷിബു ബേബി ജോണിന് നൽകണമെന്ന അഭിപ്രായവുമായി ലത്തീൻ സഭയും ഇന്ന് രംഗത്തെത്തി. ഷിബുവിന് തീരമേഖലയുമായി ബന്ധമുണ്ടെന്നും ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കുമായിരുന്നുവെന്നും വികാരി ജനറൽ യൂജിൻ പെരേര പ്രതികരിച്ചു. നിലവിൽ മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന സ്ഥിതിയാണുള്ളതെന്നും ആളുകൾ എന്നും വോട്ട് ബാങ്കായി തുടരുമെന്ന് ദിവാസ്വപ്നം ആർക്കും വേണ്ട എന്നും യൂജിൻ പെരേര പറഞ്ഞു. ഈ മേഖലയിലെ ആളുകൾ വെറും വോട്ട് ബാങ്കായിട്ട് മാത്രം കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഇനി അനുവദിക്കത്തില്ല. ഈ കടലും കടൽ തീരവും കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ കായലുകളെയും ഒക്കെ അറിയുന്ന വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ തീരദേശത്ത് നിന്ന് തന്നെ വിജയിച്ചു വന്നിട്ടുണ്ട്. അവരുടെ ഉത്തരവാദിത്വത്തിൽ ഈ വകുപ്പ് ഏൽപ്പിക്കണം. അതേസമയം മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ സമസ്ത ഇടപെടാറില്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗ് മന്ത്രിമാരിൽ കൂടുതലും മുജാഹിദ് വിഭാഗമെന്ന് താൻ പറഞ്ഞുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവർ ശുപാർശ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ പോലും അത് ചെയ്യാറില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിലെ അധികം മുജാഹിദുകളാണ് ഞാൻ പറഞ്ഞു.
എനിക്ക് ഇവർക്ക് മന്ത്രി ഒരു പാർട്ടിക്കും മന്ത്രി നിശ്ചയിക്കാൻ വേണമെങ്കിൽ നമുക്കല്ലല്ലോ, അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാൽ പോലെ നമ്മേ പണിയെ ജോലി. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഇടപെടേണ്ട പരിപാടി നമുക്കില്ല. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കി നടക്കുകയാണ് ചില പണ്ഡിത വേഷധാരികൾ. നമ്മളെ പണ്ഡിതന്മാരാണെന്ന് നമ്മള് പണ്ഡിതന്മാരായി പുറത്തിറക്കിയ പല ചാനൽ കൂടിയും അത് തെറ്റാവുന്ന വാർത്തകൾ അവർ പ്രചരിപ്പിക്കുക. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെപ്പറ്റി പഠിക്കണമെന്നും സ്ത്രീകൾക്ക് ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ KSRTCയിൽ നടപ്പാക്കുമെന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കി. പ്രൈവറ്റ് ബസ്സുകളെ നശിപ്പിക്കാനല്ല ശ്രമമെന്നും രണ്ടും പരസ്പര പൂരകങ്ങളാണെന്നും CP ജോൺ പറഞ്ഞു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത ആനുകൂല്യങ്ങൾ KSRTCയിൽ നടപ്പാക്കും. നമുക്ക് ഇന്നലെ തന്നെ ക്യാബിനറ്റിലിരുന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും, കുറച്ച് പഠിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി കമ്മിറ്റിയൊന്നും വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ കാര്യമായിട്ട് നടക്കുന്നു. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചുണ്ടാകുന്ന വരായികളെക്കുറിച്ചുള്ള ഒരു സമയമെടുക്കാൻ വേണ്ടിയാണ്. പ്രൈവറ്റ് ബസ്സിനെ നശിപ്പിക്കാനല്ലല്ലോ KSRTCയെ നശിപ്പിക്കാനല്ല പ്രൈവറ്റ് ബസ്. ഇത് രണ്ടും വാസ്തവത്തിൽ പരസ്പര പൂരകങ്ങളാവുകയാണ് വേണ്ടത്. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിശകലനത്തിനായി ചേരുന്നത്. ബിനിൽ, ഇത് ഇന്നും പട്ടിക സമർപ്പിക്കാനായിട്ടില്ല. അതിന് ബിനിലിന് എന്താണ് അതിൽ തോന്നുന്നത് എന്നുള്ളതിലേക്ക് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഇത് സത്യത്തിൽ വകുപ്പ് വിഭജനം ഇത്ര വൈകി എന്നതിന് ഒരു വലിയ കാരണം ജാതി എന്നുള്ളതാണ്. അപ്പോൾ ജാതി മുഴച്ചു നിൽക്കുന്ന ഒരു മന്ത്രിസഭ എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാണ്. അത് ജാതി സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. മറ്റ് പല മന്ത്രിസഭാ രൂപീകരണ വേളയിലും ഇതൊക്കെ നേരത്തെ തന്നെ വന്നതാണ്. ഇതിപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാര്യമാണെങ്കിൽ തീർച്ചയായും താക്കോൽ സ്ഥാനം വേണമെന്ന ഒരു സമുദായ നേതാവിൻ്റെ നിർബന്ധപ്രകാരം തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമൊക്കെ അന്ന് കൊടുക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പക്ഷേ ഇത്തവണ വരുമ്പോഴത്തേനും നേരത്തെ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറഞ്ഞത് 10 മിനിറ്റാണ് എടുത്തിരുന്നത് ഇതുപോലെ ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി തയ്യാറാക്കാൻ, അതായത് ഈ മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ അവരുടെ വകുപ്പ് വിഭജനത്തിനാണ് നിലവിൽ ഇത്രയധികം താമസമെടുക്കുന്നത്. അതുതന്നെ ഈ മന്ത്രിസഭാ പാചകമോ മന്ത്രിസഭാ നിർമ്മാണമോ എന്ന് പറയുമ്പോൾ തന്നെ ആവശ്യത്തിന് സവർണ ക്രിസ്ത്യാനികൾ, ആവശ്യത്തിന് നായന്മാർ, പട്ടിക ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള 3 പേരുണ്ട്, പട്ടിക ജാതിയിൽ നിന്നുള്ള 2 പേരുണ്ട്. പക്ഷെ പട്ടിക വിഭാഗം കൂടി ഉണ്ടെങ്കിൽ ലത്തീൻ സഭയിൽ നിന്ന് ഒരാളുണ്ട്. പട്ടിക വിഭാഗം കൂടി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പട്ടിക വർഗം കൂടി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കോറം തികഞ്ഞേനെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അപ്പോഴും വകുപ്പുകൾ തട്ടിത്തടഞ്ഞു നിൽക്കുന്നത് ഉറപ്പായും അത് ജാതിയിൽ തന്നെയാണ്. ആ സമുദായ പ്രശ്നങ്ങളാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുമ്പേ നേരെ പോയിരിക്കുന്നത് ലത്തീൻ സഭ അതിരൂപത ആസ്ഥാനത്തേക്കായിരുന്നു. അവരെ അനുനയിപ്പിക്കുവാനായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രാതിനിധ്യക്കുറവ് അനുഭവപ്പെടുകയും നിലവിൽ അദ്ദേഹം എം വിൻസെന്റിനായിട്ടാണ് ആദ്യം നിലകൊണ്ടിരുന്നത്. പിന്നീട് അത് ഷിബു ബേബി ജോണിന് കൊടുക്കേണ്ട വകുപ്പുകളിലേക്കായി ആ ചർച്ച എന്നുള്ളതാണ്. അത് അപ്പോൾ ലീഗും കോൺഗ്രസും ഇതും വച്ചുമാറുന്ന അവസ്ഥയിലേക്ക് ചർച്ചകൾ മാറുന്നൊരു സ്ഥിതി ഉണ്ടാവുന്നു. ഫിഷറീസ് വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഷിബു ബേബി ജോണുമായി അത്തരം ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം അത് ഏറ്റെടുത്തേനെ എന്ന് പറയുന്നു. അപ്പോൾ അത്തരം ചർച്ചകളാണ് അവിടെ പോയിരിക്കുന്നത്. ഇനി മാത്രവുമല്ല, ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ നേരത്തെ ഇത്തരം ഒരു നിലപാടുള്ള ഒരു മുഖ്യമന്ത്രി പക്ഷേ അങ്ങോട്ട് പോയി പല സഭാ നേതാക്കളെയും കാണുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ക്ലിമിസ് ബാവെ അടക്കം കണ്ടിരുന്നു. പാളയം ഇമാം അദ്ദേഹത്തെ എത്തിക്കാണുന്നു. മറ്റുള്ള സഭാ നേതാക്കൾ അദ്ദേഹത്തിന് അല്ലാതെയൊക്കെ ആശംസ നേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 പേരെ മാത്രമാണ് VD സതീശൻ നേരത്തെ പരിധിക്ക് പുറത്ത് നിർത്തിയിരുന്നത്. അതൊന്ന് SNDP ജനറൽ സെക്രട്ടറിയും മറ്റൊന്ന് NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുമാണ്. കാരണം ഈ 2 നേതാക്കളുടെയും ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാരണമാണ്. എന്നിട്ടും അവരെ പടിക്ക് പുറത്തു നിർത്താൻ അദ്ദേഹം തയ്യാറായിരുന്നത് ചിലപ്പോൾ ഈ 2 നേതാക്കൾക്കും അവരുടെ അണികളെ പൂള് ചെയ്തുകൊണ്ട് ഒരു വോട്ട് ബാങ്കാക്കിയൊന്നും ഈ ഘട്ടത്തിൽ മാറ്റാനുള്ള ശേഷിയോ മറ്റോ ഇല്ല എന്ന് കരുതിയാണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും അവരെ 2 പേരും തള്ളിക്കടയുമ്പോഴും ബാക്കി എല്ലാവരെയും കൃത്യമായി പ്രീണിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നിലവിൽ ഇത്തരം കടുംപിടുത്തങ്ങളും വാശികളും വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് പരിഹരിക്കാനുള്ള ഒരു അധിക ബാധ്യത കൂടെ നിലവിൽ വന്നുപെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് SNDPയും NSSും മാത്രമല്ല, അവർക്കൊപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ ഈ വാശികൾ കൃത്യമായും
എന്താ പറയുക, പരിഹരിച്ചു പോകേണ്ട ഒരു അധിക ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ സാധാരണ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും രൂപീകരിക്കുമ്പോഴും മന്ത്രിസഭ രൂപീകരിക്കുമ്പോഴൊക്കെ ഇത്തരം സമവാക്യങ്ങളൊക്കെ മുന്നിൽ വരാറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി തെളിഞ്ഞ രീതിയിൽ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റ് ആവുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. അത് പരസ്യമായ ചില തർക്കങ്ങളും അനുനയങ്ങളും ഈ വിധം വരുമ്പോൾ ഈ സർക്കാർ വന്ന ഉടൻ തന്നെ BJP പോലെയുള്ള അവരുടെ നേതാക്കൾ തീർച്ചയായും സർക്കാരിനൊരു ആശംസ അറിയിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഇവിടെ ഒരു മുസ്ലിം ഭരണകൂടമാണ് ഇത് ചലിപ്പിക്കുന്നത് എന്നതുപോലെയുള്ള വലിയ വിമർശനങ്ങളൊക്കെ പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ വിധം ഒരു അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനുയായികളെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുകയും അവരുടെ മനസ്സിനെയൊക്കെ വ്യതിചലിപ്പിക്കാനുള്ള ഒരു ശേഷിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആ വിധം ഓപ്പറേറ്റ് ചെയ്യാൻ ഇവരും ഈ നേതാക്കളല്ല, പക്ഷെ അവരുടെ അണികളിൽക്കിടയിൽ സ്വാധീനമുള്ള ആളുകൾ തന്നെ ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വലിയ മറ്റൊരു തരത്തിലേക്കുള്ള അടുത്ത 5 വർഷം ഈ ഭരണകാലയളവിലും ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോളറൈസേഷൻ ഏത് രീതിയിലേക്കാണെന്നുള്ളതിലൊക്കെ ഒരു ആശങ്ക ഈ ഘട്ടത്തിൽ വരില്ലേ എന്നുള്ളതാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രി തന്നെ ഏറെക്കുറെ ജമാഅത്തെ ഇസ്ലാമിനെ പരസ്യമായി തള്ളിപ്പറയാനൊന്നും തയ്യാറായിട്ടില്ല. തീർച്ചയായും അവർ കൂടി മുൻകൈയെടുത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു ഏകീകരണത്തിന് അവർ കൂടി ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരം ചർച്ചകളൊക്കെ, അതായത് മന്ത്രിസഭയിൽ പോലുമുള്ള ഈ ജാതി ചർച്ചകളെ ഇത്ര വളരെ ലൗഡായി തന്നെ കൈകാര്യം ചെയ്യുകയും അത് ആളുകൾക്ക് മനസ്സിലാകുകയും ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അത്തരം പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഏകീകരിക്കപ്പെടേണ്ട ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന തരത്തിൽ ആളുകൾക്ക് തോന്നിയാൽ അതിനൊരു കുറ്റം പറയാൻ പറ്റുമോ? അതിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇതിപ്പോൾ ഒരു മറ്റൊരു തരത്തിലുള്ളൊരു വഴിവെക്കലിന് ഇത് വന്നു ചേരുമോ എന്നുള്ളൊരു ആശങ്ക ഈ ഘട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ജാതി മുഴിച്ചു നിൽക്കുന്ന ഒരു മന്ത്രിസഭയായി ഇത് വരുന്നു. അത് പരിഹരിക്കാൻ ഇത്രയധികം സമയമെടുക്കുന്നു. അത് മന്ത്രിസഭയിലേക്ക് 20 ആളുകളെ എണ്ണിത്തിട്ടപ്പെടുത്തി അത് ആ ഘട്ടത്തിലും ജാതി നോക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത്ര എളുപ്പത്തിൽ വകുപ്പ് വിഭജിക്കാൻ നിലവിലാവുന്നില്ല. എന്താണ് പിന്നിലെന്ന് തോന്നുന്നത്? ശ്യാമിലി പറഞ്ഞതുപോലെ ഈ സമുദായം നോക്കി അല്ലെങ്കിൽ സാമുദായിക സമവാക്യം നോക്കി മന്ത്രിസഭ തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF-ൽ പുതിയ കാര്യമല്ല. എപ്പോഴും മുസ്ലിം ലീഗ് അവർ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ 5ാം മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ വലിയ വിമർശനമൊക്കെ പല കോണുകളിൽ നിന്നുണ്ടാവുകയാണ്. അവിടെ പ്രാതിനിധ്യം കൂടിപ്പോകുന്നുവെന്ന ചർച്ചകൾ പോലും ഉണ്ടായതാണ്. ഇത്തവണ നമുക്കൊരു കാര്യം എടുത്തു നോക്കിയാൽ 5 മന്ത്രിസ്ഥാനം ലീഗിന് ഏകദേശം ഉറപ്പിച്ചു. ഇപ്പോൾ കോൺഗ്രസ് അവിടെ ചെന്നിത്തല പക്ഷം വേറെ നിൽക്കുന്നു, VD വേറെ നിൽക്കുന്നു, KC നിൽക്കുന്നു. അവർ നോക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് അങ്ങനെയെങ്കിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യമുള്ള ഒരു അംഗത്തെ എടുക്കാൻ കഴിയുകയുള്ളൂ. അവിടെ വെച്ചാണ് T സിദ്ദിഖും അൻവർ സാദത്തും ഷാനിമോൾ ഉസ്മാനും ഇവരിൽ ആര് എന്ന ചർച്ച വരുന്നത്. അതും ഒരു ജാതി നോക്കിയാണ് അല്ലെങ്കിൽ അവരുടെ സമുദായം നോക്കിയാണ് ആ രീതിയിൽ ഉള്ള ചർച്ച വരുന്നത്. അപ്പോൾ അവിടെ അൻവർ സാദത്ത് ഒഴിവാക്കപ്പെടുന്നു. T സിദ്ദിഖോ IC ബാലകൃഷ്ണനോ 2 മന്ത്രിമാർ അവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ T സിദ്ദിഖ് അവസാന നിമിഷം ഒഴിവാകുമോ എന്ന ചിന്ത വരുന്നു. ഷാനിമോൾ ഉസ്മാനെ എന്ത് ചെയ്യും, അവരെ ഏത് പദവി നൽകുമെന്ന ചോദ്യം വരുന്നു. അങ്ങനെ ഒടുവിൽ തീരുമാനിച്ച പ്രകാരം ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനും അതോടൊപ്പം T സിദ്ദിഖിനെ മന്ത്രിയാക്കാനും അൻവർ സാദത്തിനെ തൽക്കാലം MLA തുടരട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പരസ്യമായ ഒരു കാര്യമാണ് അത് ഇത്തരത്തിൽ നേരത്തെ ശിവഗിരി മഠം ഇപ്പോൾ SNDP-യുമായി VD സതീശൻ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കൂടി ശിവഗിരി മഠവുമായി ചേർന്ന് പോകുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുള്ളത്. ശിവഗിരി മഠം അവർ ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധി ഇവിടേക്ക് വന്നപ്പോൾ ശിവഗിരി മഠം സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവർ ഒരു പട്ടിക തന്നെ നൽകിയതാണ്. ഇത്ര ആളുകളെ ഉൾപ്പെടുത്തണം, ഈഴവ സമുദായത്തിൽ നിന്ന് ഇത്ര ആളുകളെ പരിഗണിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അവർ ജയിച്ചു വന്നപ്പോൾ കേരള കൗമുദി പത്രത്തിൽ വാർത്ത തന്നെ വരികയും ചെയ്തതാണ്. 9 അംഗങ്ങളുണ്ട്. നേരത്തെ 6 പേരെ ഈഴവ സമുദായത്തിൽ നിന്ന് 6 പേരെ മന്ത്രിയാക്കിയ ചരിത്രം UDF-നുണ്ട്. അത് ഓർക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ വാർത്ത ഉണ്ടായിരുന്നത്. മന്ത്രിപ്പട്ടിക വന്നപ്പോൾ അതിൽ 3 പേർ ഉൾപ്പെടുകയും ചെയ്തു. നായർ സമുദായത്തിൽ നോക്കിയാൽ NSS-ഉമായി അത്ര രസത്തിലല്ല VD സതീശെങ്കിലും 4 പേരെ അതിൽ നിന്ന് ഉൾപ്പെടുത്തുന്നു. 2 പട്ടികജാതി സമുദായത്തിൽ ഉൾപ്പെടുന്നു. പട്ടികവർഗത്തിൽ മന്ത്രിയില്ല അവസാന നിമിഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതുമാണ്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ നോക്കിയാണ് മന്ത്രിമാർ തീരുമാനിച്ചത്. അപ്പോൾ പോലും ലത്തീൻ സഭയിൽ നിന്നും ഒരു കോൺഗ്രസ് മന്ത്രിയില്ല. UDF-ൽ ഘടകകക്ഷി മന്ത്രി ഉണ്ടെങ്കിലും കോൺഗ്രസിൽ ഇല്ല. ആ പരിഭവം അവർ പറയുന്നു. RC നോക്കുകയാണെങ്കിൽ, റോമൻ കാത്തലിക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ 2 പേരുണ്ട്, മറ്റ് ഘടകകക്ഷികളിലും അവരുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ചർച്ചകൾ ആ രീതിയിലാണ് മന്ത്രിമാർ തീരുമാനിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഈ വകുപ്പ് വിഭജനമാണ് വലിയ കീറാമുട്ടിയായി നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ആണെങ്കിലും KC പക്ഷവും RC പക്ഷവും VD പക്ഷവും ഒക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള അവർക്ക് താല്പര്യമുള്ള MLA-മാരെ മന്ത്രിയാക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വകുപ്പുകൾ നൽകുക, കുറച്ച് മുന്തിയ വകുപ്പുകൾ നൽകുക എന്നൊരു നീക്കമൊക്കെ നേരത്തെയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്തവണയും അത് നടത്തിയതുമാണ്. പക്ഷേ ഇത്തവണ കുറച്ച്
കുറച്ചുകൂടി മുറിച്ചു നിൽക്കുന്നത് ശ്യാമിൽ പറഞ്ഞതുപോലെ ജാതിയാണ്. ഇന്നിപ്പോൾ ലത്തീൻ സഭയുടെ പ്രതികരണം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. അവർ പറയുന്ന കാര്യം ഫിഷറീസ് വകുപ്പ് അത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് അറിയുന്ന ആൾ തന്നെ വേണം. കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രി ഇല്ലാത്തതിൽ അവർ എതിർപ്പ് അറിയിച്ചിരുന്നു. അപ്പോൾ അവിടെയുള്ളത് ഷിബു ബേബി ജോൺ ആണ്. അപ്പോൾ ഷിബു ബേബി ജോണിനെ മന്ത്രിയാക്കണം എന്ന തരത്തിലേക്ക് അവരുടെ പ്രതികരണം പോകുന്നു. കുറച്ചുകൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എല്ലാ കാലത്തും വോട്ട് ബാങ്കായി ഈ സമുദായത്തെ സഭയെ കാണരുത് എന്നതാണ് അവർ പറഞ്ഞതിൻ്റെ പൊരുളായി വരുന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊന്ന് കൃത്യമായി ഇത് നേരത്തെ ഷിബുവുമായി സംസാരിച്ചിരുന്നെങ്കിൽ ആ വകുപ്പ് ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നു. അതിൽ ഉണ്ടായില്ല. അന്തർനാടകങ്ങൾ ഒരുപാട് നടന്നു എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ നാടാർ സമുദായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ടി പ്രവീൺ അവർ ഈ CSI സഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ വിളവങ്കോട് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ CSI സഭയുടെ നാടാർ സമുദായത്തിൻ്റെ പിന്തുണ ഇവിടെ ലഭിക്കുക അത് UDF-നായിരിക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ചതാണ്. ആ മണ്ഡലങ്ങളിലെ വിജയം നോക്കിയാൽ അരുവിക്കര ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വിജയം നോക്കിയാൽ അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. അപ്പോൾ അവിടെ ഈ നെയ്യാറ്റിൻകരയിൽ വോട്ട് ചോദിച്ചത് പ്രാദേശിക പ്രവർത്തകർ വോട്ട് ചോദിച്ചത് നാടാർ സമുദായത്തിന് ഒരു മന്ത്രി ഉണ്ടാകാൻ പോകുന്നു. അത് N ശക്തനാണ് ആ മന്ത്രി. അദ്ദേഹം നേരത്തെ സ്പീക്കറൊക്കെ ആയിരുന്നയാളാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നു. അതും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓഫ് ദ റെക്കോർഡ് പറഞ്ഞൊരു കാര്യമാണ്. തന്നെ മന്ത്രിയാക്കാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. മാത്രമല്ല ഈ സമുദായം പ്രതികരിച്ച് ഒരു മന്ത്രി വരും എന്നൊക്കെ പറയുകയും ചെയ്തതാണ്. പക്ഷേ അവസാന നിമിഷം അതുണ്ടായില്ല. ഇപ്പോൾ നാടാർ സമുദായം കടുത്ത പ്രതിഷേധത്തിലും അമർഷത്തിലുമാണ്. അവരുടെ വോട്ട് വാങ്ങി അല്ലെങ്കിൽ മന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി വിജയിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ തഴഞ്ഞു. ആ അമർഷവും ദേഷ്യവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വകുപ്പ് വിഭജനം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ M. ലിജു അദ്ദേഹം പറഞ്ഞത് ഒരു ശക്തമായ നിലപാട് തന്നെയാണ്. സാമുദായിക പരിഗണന നോക്കി എക്സൈസ് വകുപ്പ് തനിക്ക് നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല എന്ന് നേതൃത്വം വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെയെങ്കിൽ മറ്റൊരു വകുപ്പ് കൂടി തനിക്ക് വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അങ്ങനെ ആ വകുപ്പിന്മേലുള്ള ചർച്ചയാണ്. അങ്ങനെ മറ്റുള്ള വകുപ്പ് ചോദിക്കുമ്പോൾ അത് എവിടെ നിന്ന് ഏത് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഒരു റീഅറേഞ്ച്മെന്റ് വേണ്ടി വരും. അപ്പോൾ അവിടെ ആ ഒരു ചർച്ചയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടത് ഈ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസും അത് ചർച്ച ചെയ്തത് ലീഗും കോൺഗ്രസും തമ്മിലാണ്. നമ്മൾ ഫിഷറീസിൻ്റെ കാര്യം പറഞ്ഞതാണ്. അത് ആ സമുദായം ലത്തീൻ സഭ അത് ചോദിക്കുകയാണ്. വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും അവിടെ ക്രൈസ്തവ സഭകൾക്കൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം സമുദായം നോക്കിക്കഴിഞ്ഞാൽ അവർക്കുമൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാലത്തും നേരത്തെ UDF സർക്കാർ വരുമ്പോൾ വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ലീഗാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ക്രൈസ്തവ സഭകൾക്ക് അവിടേക്ക് വലിയ എക്സസ് ഒക്കെ ഉണ്ടാവും എങ്കിൽ പോലും വലിയ ഒരു കടന്നുകയറ്റമൊന്നും സാധ്യമല്ല. അതുകൂടി കണക്കിലെടുത്താവണം അവർ ഇപ്പോൾ പറയുന്നത് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും അത് കോൺഗ്രസ് തന്നെ കൈകാര്യം ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. ആ ഒരു ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ്. ഉന്നത വിദ്യാഭ്യാസം ആദ്യം ഒരു വകുപ്പായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടും ഒരു വകുപ്പായിരുന്നു. പക്ഷേ പിന്നീട് പിണറായി വിജയൻ വന്നപ്പോൾ ആ വകുപ്പ് രണ്ടാക്കി. വിദ്യാഭ്യാസവും ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസം R. ബിന്ദുവുമാണ് രണ്ടാം മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തത്. ഇതിപ്പോൾ രണ്ടാക്കി നിലനിർത്തുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസം ലീഗിനും ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിനും. അങ്ങനെയെങ്കിൽ ഫിഷറീസ് ഞങ്ങൾക്ക് വേണം എന്നാണ് ലീഗ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറുമായിരുന്നു. അങ്ങനെ ഏകദേശം ധാരണയായതുമാണ്. പക്ഷേ അപ്പോഴാണ് എതിർപ്പുമായി ലത്തീൻ സഭ വരികയും ആ വകുപ്പ് എങ്ങനെ കോൺഗ്രസ് ആണ് കൈകാര്യം ചെയ്യേണ്ടത്, ഷിബുവുമായി സംസാരിക്കേണ്ടതായിരുന്നു, ഒരു മന്ത്രി വേണ്ടതായിരുന്നു. M. വിൻസെന്റിനെ മന്ത്രിയാക്കാൻ ആയിരുന്നു ലത്തീൻ സഭയ്ക്ക് തിരുവനന്തപുരം അതിരൂപതയ്ക്ക് താല്പര്യമുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ ചർച്ച നടന്നതുമാണ്. അദ്ദേഹം ഏകദേശം അത് ഉറപ്പിച്ചത്. പക്ഷേ അതുണ്ടായില്ല. എന്തായാലും ഈ വകുപ്പ് ചർച്ചകൾ നീളുമ്പോൾ അതിൽ ഈ ജാതി മുഴിച്ചു നിൽക്കുന്നത് പറഞ്ഞത് വളരെ കൃത്യമാണ്. അങ്ങനെ മുഴിച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഒരു കീറാമുട്ടിയായി അത് നിൽക്കുന്നതും. ശ്യാമിലി ശരിയാ. പിന്നിൽ ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ ഇനിയിപ്പോൾ അവസാനവട്ട ചർച്ച എന്ന നിലക്ക് ആരോടാണ് ഈ ചർച്ച നടത്തുന്നത്, ഏത് വകുപ്പുകളിൽ തീരുമാനമാകുന്നു? അതിപ്പോൾ നമ്മൾ പറയുന്നത് ഫിഷറീസും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അല്ലാതെ മറ്റുള്ള കടുംപിടുത്തം കോൺഗ്രസിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണോ ഈ വൈകൽ? നാളെ രാവിലെയോ മറ്റോ ഈ അന്തിമ പട്ടിക കൈമാറുമോ? കാരണം ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടും ഇവരൊക്കെ ഏത് വകുപ്പ് എന്നറിയാതെ വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. സെക്രട്ടേറിയറ്റ് നമ്മളിവിടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡിൽ പേര് മാത്രമാണ്. ഇപ്പോൾ ബിന്ദുകൃഷ്ണനാണെങ്കിൽ ബിന്ദുകൃഷ്ണൻ എന്ന് മാത്രമാണുള്ളത്. അവിടെ വകുപ്പുകൾ എഴുതിയിട്ടില്ല. അത് ഇനിയും തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിലെ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. കൂടുതൽ വകുപ്പുകൾ വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സിദ്ദിഖാണെങ്കിൽ അദ്ദേഹത്തിന് കൃഷിയാണ് നൽകിയത്. മൃഗസംരക്ഷണം നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വകുപ്പ് കൂടി, അത് കൃഷി മാത്രം പോരാ എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അത് കോൺഗ്രസ് കേൾക്കണമെന്നാണ് അദ്ദേഹത്തിന് അടുപ്പമുള്ള ആളുകൾ പറയുന്നത്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. മറ്റൊന്ന് OJ ജനീഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹം
കൂടുതൽ വകുപ്പുകൾ ചോദിച്ചിരുന്നു. അതിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന് ഈ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. സഹകരണ വകുപ്പ് അതിൽ കണ്ണുവെച്ചിരുന്നത് CP ജോണാണ്. നിലവിൽ ആ സഹകരണം ഉള്ളത് PC വിശ്വനാഥിന് സഹകരണ വകുപ്പ് ഏൽപ്പിക്കാനുള്ള തീരുമാനമാണ് ആദ്യമുണ്ടായത്. പിന്നീട് M ലിജുവുമായി സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ M ലിജുവിലേക്ക് സഹകരണം പോകാൻ ഇടയുണ്ട്. നിലവിൽ CP ജോണിന് പറഞ്ഞ വകുപ്പ് ഗതാഗത വകുപ്പാണ്. ആ ഗതാഗത വകുപ്പ് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം അവസാന നിമിഷവും അറിയിച്ചത്. ഇന്ന് രാത്രി ഇപ്പോൾ തീരുമാനം അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അധികം വൈകാൻ സാധ്യതയില്ല. കാരണം നാളെ രാവിലെ 9:30-ക്കാണ് പ്രോട്ടേം സ്പീക്കറുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷം MLA-മാരുടെ സത്യപ്രതിജ്ഞ കൂടിയുണ്ട്. അത് നാളെയല്ല, മറ്റന്നാളായിരിക്കും MLA-മാരുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക. അതിനു മുമ്പ് പ്രോട്ടേം സ്പീക്കർ സത്യപ്രതിജ്ഞ ചെയ്യണം. അത് നാളെ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നാളെ തന്നെ ഈ പട്ടിക കൈമാറാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഇത്തരത്തിൽ ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായി, ഏറെക്കുറെ ഒരു പട്ടിക തയ്യാറായിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ അന്തിമ രൂപമാകും. ഗവർണർ ഇവിടെയില്ല, തൃശ്ശൂരാണ് ഉള്ളത്. അന്ന് അദ്ദേഹം ഇവിടേക്ക് ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയേ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ആയിരിക്കും ഗവർണറെ കാണുക, ഈ പട്ടിക കൈമാറുക എന്നാണ് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും ചർച്ചകൾ പൂർത്തിയാകാൻ ഇനിയും ബാക്കിയുണ്ട്. ഇന്ന് രാത്രിയോടെ പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്യാമിൽ, ശരി, വ്യക്തമാണ്. പിന്നിൽ ലീല സാബു വിവരങ്ങൾ നൽകിയത്. UDF മന്ത്രിസഭ അധികാരമേറ്റതിനു ശേഷവും മുന്നണിയിൽ വകുപ്പ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും ചർച്ചകളും തുടരുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ വകുപ്പുകൾ പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഉറപ്പാണ് ഇതോടെ പൊളിഞ്ഞത്. സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദമാണ് പ്രധാനമായും VD സതീശനെയും UDF-നെയും അലട്ടുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതോടൊപ്പം തങ്ങൾക്ക് ലഭിച്ച വകുപ്പുകളിൽ പുനർചിന്തനം വേണമെന്ന് ചില മന്ത്രിമാർ വാശി പിടിക്കുന്നതും വകുപ്പ് വിഭജനത്തെ ദീർഘിപ്പിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത മുസ്ലിം ലീഗ് പകരം ഫിഷറീസ് വകുപ്പ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഫിഷറീസ് വകുപ്പ് ഷിബു ബേബി ജോണിന് നൽകണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. വോട്ട് ബാങ്കുകളായി തങ്ങൾ ആർക്കൊപ്പവും നിലകൊള്ളില്ല എന്ന ലത്തീൻ സഭ വക്താവിന്റെ വാക്കുകളും UDF-നെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ്. സാമുദായിക നേതാക്കളെ പ്രീണിപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിശിതമായി എതിർത്ത VD സതീശൻ നിലവിലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുമോ എന്നതും നിർണായകമാണ്. അതേസമയം മുഖ്യമന്ത്രിയുടെ കൂടുതൽ വകുപ്പുകളിലേക്ക് കണ്ണുനട്ട് KC പക്ഷം നീക്കം തുടങ്ങിയിട്ടുണ്ട്. വകുപ്പ് വിഭജനത്തിലെ ഈ അനിശ്ചിതത്വത്തിന് പുറമെ വരാനിരിക്കുന്ന പുതുക്കിയ ബജറ്റിൽ ജനപ്രിയ വാഗ്ദാനങ്ങൾക്ക് ആവശ്യമായ അധിക പണം കണ്ടെത്തണമെന്നതും സതീശന് മുന്നിലെ വെല്ലുവിളിയാണ്. മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്ന VD സതീശന് തന്റെ ഭരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഏറെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത വിഷയം.